ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. വെറും 10 മിനിറ്റ് മതി നേന്ത്രപ്പഴം സുഖിയൻ തയ്യാറാക്കി എടുക്കാൻ. നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴമൊക്കെ കൂടുതലുള്ളപ്പോൾ വേസ്റ്റാക്കി കളയാതെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കൂടാതെ ഗസ്റ്റുകളൊക്കെ വരുന്നെന്ന് വിളിച്ചു പറഞ്ഞാലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ 3 നന്നായിട്ട് പഴുത്ത മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. തോല് കളഞ്ഞതിന് ശേഷം 4ആയിട്ട് മുറിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. 1/2 ഇഞ്ച് വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കനം കൂടി പോവരുത്, ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. കനം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് 240 ml കപ്പിൽ 1.5 കപ്പ് വരും കേട്ടോ. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരണം. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത്രയും ചേർക്കുമ്പോൾ തന്നെ നല്ല മധുരം കാണും. അപ്പോൾ അധികം മധുരം വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ചേർത്താൽ മതി. മധുരം കുറവുള്ള പഴമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് പഴത്തിൻ്റെ നിറം ഇതേപോലെ മഞ്ഞ കളറായി വരും. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഇപ്പോൾ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോകരുത്. നന്നായിട്ട് ഒന്ന് ഇളക്കി ഉടച്ചു കൊടുക്കുക തവി കൊണ്ട്. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് മാറി വരണം. പെട്ടെന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് മാറി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കളറിന് വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോകരുത്, എന്നാൽ ടേസ്റ്റിന് വ്യത്യാസം വരും. 2 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് കലക്കിയെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമ്മളെടുക്കുന്ന മാവിനനുസരിച്ചിരിക്കും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ദോശമാവിൻ്റെ പരുവത്തിലിരുന്നാലേ മുക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് കോട്ടായിട്ട് വരുള്ളൂ. ഇനി ഇതാ ഇതുപോലെ കട്ട പിടിച്ച് കിടക്കുന്നത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്കും സ്പൂണും കൂടെ കൊണ്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആ കട്ട പിടിച്ച് കിടക്കുന്നത് മാറി നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. അധികം വലിപ്പമുള്ളതിനേക്കാളും ഈ സൈസിൽ ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. തീ ഇപ്പോൾ മീഡിയത്തിലാണ് വച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. ഇനി ഓരോ ബോളായിട്ട് എടുത്തിട്ട് മാവിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിൽ എണ്ണയൊന്നും തെറിക്കരുത്. പതിയെ വേണം വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ഇട്ട് കൊടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അകലം വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചു പോവും. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. അകമൊന്നും വെന്ത് കിട്ടണ്ട. നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും വെന്ത് വരണം. നേരത്തെ എടുത്ത് അത്രയും സമയം എടുക്കില്ല കേട്ടോ താഴ്ഭാഗം വെന്ത് കിട്ടാൻ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റാം. മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലേ. നമ്മൾ സാധാരണ സുഖിയൻ ഉണ്ടാക്കുന്നത് ചെറുപയറിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോഴും വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. മഴക്കാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.